നമുക്ക് മലയാളികൾക്ക് വേണ്ടി ഓണമായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇവിടെ എത്തിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് സിബിച്ചേട്ടന് വലിയൊരു താങ്ക്സ് ഉണ്ട്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ പൊതുവെ ഒരു പറച്ചിലുണ്ടല്ലോ, ഇപ്പം ചന്ദ്രനിൽ ചെന്നാലും മലയാളി അവിടെ കാണുമെന്ന് എന്ന് പറഞ്ഞ പോലെ ലോകത്ത് അല്ല ഏത് രാജ്യത്ത് പോയാലും മലയാളി സ്വന്തമായിട്ടുള്ളൊരു സംരംഭം തുടങ്ങിയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മലയാളി ഷോപ്പിലാണ്. അപ്പം നമ്മുടെ കേരളത്തിലെ സാധനം മാത്രമല്ല, ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ കടയുടെ പേര് എല്ലാവർക്കും അറിയാവുന്ന, ഇവിടെ ഈ ബ്രിസ്റ്റോൾ സൗത്ത് മെഡിൻ്റെ അടുത്താണെങ്കിലും ബ്രിസ്റ്റോളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കടയാണ്. കടയുടെ പേര് ഏതൻ എന്നാണ്. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് മിക്സ് ചെയ്യും. അപ്പം ഇവിടെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ്, അപ്പം നമുക്കത് നിങ്ങളേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിവിടെ ബ്രിസ്റ്റോളിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ഒരു യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് നേരെ കടയുടെ അകത്തോട്ട് പോകാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മടി കൂടാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പോരായ്മ നമ്മളിപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ കൂടുതലും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ അവരോട് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾ വീഡിയോ കാണുന്ന കൂടാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കനും ബട്ടണും എല്ലാം അമർത്തിയിടാക്കി ഒരു സപ്പോർട്ടായാലും. അപ്പോൾ നമുക്ക് നേരെ കടയുടെ അകത്തോട്ട് പോകാം. സുചേട്ടാ, ഇതാണ് സിബിച്ചേട്ടൻ, കടയുടെ ഓണറാണ്. പിന്നെ എന്തൊക്കെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നാട്ടിലെവിടാന്ന് പറയാ? ഞാൻ പുനലൂര് കൊല്ലംകാരനാണ്. അപ്പം ചേട്ടന്റെ വിശേഷങ്ങളും പിന്നെ ഓണമായിട്ട് നമുക്ക് മലയാളികൾക്ക് എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് കൊണ്ടുപോയിട്ട് എല്ലാം ഈ ആഴ്ച വരും. ഇപ്പൊ ഓൾറെഡി തുണികളെല്ലാം വന്നിട്ടുണ്ട്. സാരി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചേട്ടൻ ഇപ്പൊ ഇവിടെ കട തുടങ്ങിയിട്ട് അപ്പൊ എത്ര നാളായി? ഞാൻ 11 വർഷമാകുന്നു. 11 വർഷമായി. അപ്പോൾ ഈ ബ്രിസ്റ്റോളിൽ താമസിക്കുന്ന എല്ലാവർക്കും ഈ ഒരു കട അറിയാം. നമുക്കറിയാം. പ്രത്യേകിച്ച് ഇവിടെ സൗത്ത് മെഡ് ഹോസ്പിറ്റൽ, അങ്ങനെ BRI ഹോസ്പിറ്റലുകളെല്ലാം ഉണ്ട്. IT ഫീൽഡ് ആൾക്കാരുണ്ട്. ഉണ്ട് അല്ലേ? പിന്നെ എല്ലാവരുടെയും ഉണ്ട്, നമ്മുടെ കേരളക്കാർ മാത്രമല്ല, എല്ലാവരും ആന്ധ്ര. അപ്പൊ നമുക്ക് എന്തൊരു ആഘോഷങ്ങൾ വന്നാലും നമുക്ക് ഇവിടെ സാധനങ്ങളുണ്ടല്ലോ. ഇപ്പം പൊങ്കലാണെങ്കിലും, ഓണം, ക്രിസ്മസ്, പൊങ്കല്, ഗണേശ ചതുർത്ഥി ആയിരുന്നു. അതിന്റെ സാധനങ്ങൾ ഇന്നലെ വന്നായിരുന്നു. ഇന്നലെ നല്ല തിരക്കായിരുന്നു അല്ലേ? അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു സപ്പോർട്ടാണ് ഈ ഒരു കട ഇവിടെ ഉള്ളത്. നമ്മുടെ ഒരു ചെറിയൊരു തുണിക്കട എന്ന് പറയാം, ചെറിയൊരു മിനി ഷോപ്പ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഉള്ളിൽ ഉള്ളത്. എന്തൊക്കെയാ നമുക്ക് സ്പെഷ്യലായിട്ട് വന്നേക്കുന്നത്? നമുക്ക് മെയിനായിട്ട് പട്ടുപാവാട ഉണ്ട്, ചുരിദാറുണ്ട്, സെറ്റ് മുണ്ടുണ്ട്. ഇതൊക്കെ ഇവിടെ തിരുവാതിര കളി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. തിരുവാതിരക്കകത്ത് കളിക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട സംഭവങ്ങളാണ് ഇതൊക്കെ. കമ്മലുണ്ട്, മാലയുണ്ട്, പിന്നെ പട്ടുപാവാട ഉണ്ടല്ലേ? കൊച്ചു പിള്ളേർക്ക് വേണ്ടി പട്ടുപാവാടയുണ്ട്, കൊച്ചു മുണ്ടുകളുണ്ട്. നമ്മളിങ്ങനെ ഓരോ വയസ്സിന്റെ അല്ലേ, പ്രായത്തിന്റെ 1, 2 ഇങ്ങനെ 15, 20 വയസ്സ് വരെ ഉണ്ട്. വലിയവർക്ക് വേണ്ടിയുള്ള പിന്നെ പിള്ളേരുടെ പട്ടുപാവാടകള്, കൊച്ചു പിള്ളേർ അല്ലേ? പിന്നെ മുണ്ടുകളുണ്ട്, പല ടൈപ്പിലുണ്ട്. പിന്നെ ജസ്റ്റ് ജുബകൾ വന്നിട്ടുണ്ട്. മറ്റേ ജുബ ടൈപ്പ്. ഒരുപാട് ഐറ്റം സംഭവങ്ങളുണ്ട്. ചേച്ചി ചുരിദാർ എടുക്കുകയാണ്. ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ. ബെന്നി നാട്ടിലെവിടെ? കോട്ടയം. അപ്പൊ നിങ്ങൾ ഓണമായിട്ട് തുണി എടുക്കാൻ വന്നതല്ലേ? ലേറ്റ് ആയി പോയെന്നാലും വന്നപ്പോ ഇവിടെ സംഭവങ്ങളൊക്കെ കറക്റ്റ് കിട്ടിയല്ലേ? സൈസിന് എല്ലാവർക്കും വിലയാണെങ്കിലും നല്ല റീസണബിൾ ആയിട്ട് ഉണ്ട്. ഹാപ്പി കസ്റ്റമറാണ്. എപ്പോഴും വരാറുണ്ടോ ഇവിടെ? സ്ഥിരമായിട്ട് ഇവിടെ നല്ല സാധനങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് വേറെ സാധനങ്ങളെല്ലാം ഇത് കണ്ട് ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ ഇവിടെ വന്ന് ഇപ്പോഴത്തെ പുതിയ മോഡൽ സാരീസ് ഉണ്ടോ? സാരി തന്നെ പല ഡിസൈൻ ഉണ്ട്. ടിഷ്യൂ സാരീസ്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ വരിക. കൂടാതെ നമുക്ക് വാഴയിലെ സംഭവങ്ങളൊക്കെ വാഴയിലെല്ലാം ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇപ്പം കൊണ്ടുവന്നുണ്ട്. വാഴയില നെക്സ്റ്റ് വീക്ക് വരികയും ചെയ്യും. മുല്ലപ്പൂ ഉണ്ട്. എൻ്റെ പൊന്നോ, ഇപ്പോൾ തിരുവാതിര കളിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് മുല്ലപ്പൂ മേടിക്കാം കേട്ടോ. വാഴയില ഓണത്തിന് ഇതിൻ്റെ അകത്ത് ചോറുണ്ടില്ലെങ്കിൽ എന്നാ ഒരു സുഖമാണ്.
ഒരു സുഖമില്ല. അപ്പം ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. അപ്പോൾ ഇതിപ്പം വാഴയിൽ അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരുവോണത്തിന് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് ഈ ഇലയും സംഭവങ്ങളെല്ലാം മേടിക്കാം. പിന്നെ നമ്മുടെ വാഴക്കൂമ്പ് പിന്നെ ദോശ ബട്ടർ വരുന്നുണ്ട്. ദോശമാവ് പാക്കറ്റായിട്ട് ഇത് മാവാണ്. ഇത് കലക്കി നേരെ ചുട്ട് കഴിച്ചാൽ മതി. പിന്നെ ഇത് ഈ സംഭവങ്ങളെല്ലാം ഹോം ഡെലിവറി ഉണ്ട് ചേട്ടാ? ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഹോം ഡെലിവറി ഉണ്ട്, ആദ്യം തൊട്ടുണ്ട്. അപ്പൊ എന്തായാലും അത് ഇവിടെ വന്ന് തിരക്കിയിട്ട് അതെങ്ങനെയാ മറ്റേ വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ട്, അല്ലാതെ നമുക്ക് പേഴ്സണലി ഇടുന്നുണ്ട്. അതല്ല അപ്പം എടുത്ത് വെച്ചിട്ട് മിനിമം 1 കിലോമീറ്റർ ഉണ്ടോ ഇത്ര ചുറ്റില്ല? നമ്മള് 10-12 കിലോമീറ്റർ വരെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളും ചാർജ് ചെയ്യുന്നുണ്ട്. അതാ ഈ ഒരു കിലോമീറ്റർ അനുസരിച്ച് മൊത്തം ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം വീട്ടിൽ ഇരുന്നുകൊണ്ട് വാട്സപ്പ് നമ്പർ ഞാൻ എന്തായാലും കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പം വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓർഡർ ചെയ്താലും മതി, വീട്ടിൽ കൊണ്ട് തരും. തിരുവാതിരക്കാർക്ക് വേണ്ടി സ്പെഷ്യൽ ഇത് തല കെട്ടാണ്ട് എന്ത് തിരുവാതിര. അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂവാണ്. ഇത് പ്ലാസ്റ്റിക് അല്ല, ഒരിക്കലും പ്ലാസ്റ്റിക് അല്ല, ഫ്രഷ് സാധനമാണ്. നമുക്ക് ഓണത്തിന് സദ്യ ഒരുക്കണമല്ലോ. അപ്പോൾ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പച്ചക്കറി ഐറ്റംസ് എല്ലാം ആ ഒരു സെക്ഷനാണ് ഇത്. ഇത് കൂടാതെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറി ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അവിയലിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. മുരിങ്ങ, പിന്നെ ഇതെല്ലാം ഉണ്ട്. മുരിങ്ങ ഉണ്ട്, സവാളയുണ്ട്, തക്കാളി, പച്ചമുളക്, ഇത് കോവയ്ക്ക, ഇതുണ്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ തേങ്ങ, പിന്നെ ഇനി ഇതൊന്നും അല്ലാണ്ട് നമുക്ക് ഫ്രോസൺ ആയിട്ട് വരുന്ന അവിയലിൻ്റെ മിക്സഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇത് പിന്നെ നിങ്ങൾക്ക് സാമ്പാർ ഇപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ലെങ്കിൽ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് സാമ്പാർ വെക്കണമെങ്കിൽ ഓണത്തിന് അല്ല സാമ്പാർ മിക്സ് ഉണ്ട്. ഇത് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ പൊടി ഐറ്റംസ്, പിന്നെ നമുക്ക് തേങ്ങ, ഇപ്പം നമ്മുടെ നാട്ടിലെ തന്നെ പല കമ്പനിയുടെ സാമ്പാർ പൊടി ഐറ്റംസ് ഉണ്ട്. ഒരുപാട് പൊടിയൊക്കെ ഉണ്ട്. നമ്മുടെ ഇപ്പം ചിക്കൻ മസാലയൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലൊരു വീഡിയോ, ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ്. നമ്മുടെ സദ്യക്ക് ഒരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ പപ്പടം. പപ്പടത്തിന് പല സൈസിലുള്ള സാധനങ്ങളുണ്ട്. കണ്ട, ഇത് അളവൊന്നും കറക്റ്റായിട്ട് ഒരു മീഡിയം ടൈപ്പ്, ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. പിന്നെ പായസത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പായസത്തിന് വേണ്ട ശർക്കരയുണ്ട്, പിന്നെ പായസം മിക്സ് ഉണ്ട്. ഇതുണ്ടോ ശർക്കര, പായസം മിക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ തേങ്ങ, ഇനി ഫ്രോസൺ അല്ലാത്ത നിങ്ങൾക്ക് വീട്ടിലൊക്കെ പോയി ചിരുകി എടുക്കേണ്ട സാധനമാണെങ്കിൽ അതുകൊണ്ട് പായസം മിക്സ് തന്നെ പല കമ്പനിയുടെ ഉണ്ട്. അജ്മീടെ ഉണ്ട്, പിന്നെ ബ്രാഹ്മിൻസിൻ്റെ ഉണ്ട്. ഇനി പായസം നിങ്ങൾക്ക് വെക്കണമെങ്കിൽ അങ്ങനെ ഉള്ള സാധനങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ ശർക്കരയുണ്ട്, പിന്നെ പായസത്തിന്റെ സാധനങ്ങളൊക്കെ ഇല്ലേ, ശൗരി സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ സദ്യക്ക് വേണ്ട ലാസ്റ്റ് നമുക്ക് പായസത്തിൻ്റെ കൂടെ ഞാവടി കഴിക്കാൻ വേണ്ടി ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തത് വേറെ സാധനമാണ് ഈ പഴം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാലിപ്പൂവനാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും നമുക്ക് ഓണത്തിന് വയറ് നിറച്ച് നമുക്ക് സദ്യ വീട്ടിൽ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് പഴമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമല്ലേ അരി, അത് നമുക്ക് പല കമ്പനിയുടെ ഉണ്ട്. കുത്തിരിച്ചോറുണ്ട്, ഇച്ചിരി കറുപ്പ് വരുമായിരിക്കും. അരി തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. ഇതുണ്ടോ ഡബിൾ ഹോൾസിന്റെ ഉണ്ട്, പിന്നെ വേറെ ക്വാളിറ്റിയാ. നമുക്ക് ഒരുപാട് ടൈപ്പിലെ അരി ഒന്നും ഇവിടെ കാണാം. ഇപ്പൊ കുത്തരിച്ചോറ് ഉണ്ടെന്ന് അങ്ങനെ കഴിക്കാം. ഇത് വേറെ ടൈപ്പിലെ അരി. പിന്നെ അച്ചാർ ഐറ്റംസ്, തൊടുകറിക്കൊക്കെ വേണ്ടി അച്ചാർ ഐറ്റംസ് ആണെങ്കിൽ പല ടൈപ്പിൽ. ഇപ്പൊ മാങ്ങാച്ചാറുണ്ട്, പിന്നെ അത് പല കമ്പനികളും എല്ലാം. ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഈ ചിപ്സ്, വറുത്ത ശർക്കര വരട്ടി, പിന്നെ ചിപ്സ്. നമ്മുടെ നാട്ടിൽ ചിപ്സ് എന്ന് പറയും, എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും അല്ലേ. ഉപ്പേരി അത് തന്നെ. ഉപ്പേരി ഉണ്ട്, ചിപ്സ് ഉണ്ട്. ഓണത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് ആണെങ്കിൽ ഡ്രസ്സിന് ഇവിടെ വരാം.
ഇനി കറി വെക്കുന്ന സാധനത്തിനാണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ അവിയല്, പായസം, പപ്പടം, പിന്നെ അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്തുകൊണ്ട് പോവാം. നമുക്ക് മലയാളികൾക്ക് വേണ്ടി ഓണമായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇവിടെ എത്തിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് തിരിച്ചേട്ടന് വലിയൊരു താങ്ക്സ് ഉണ്ട്. കാര്യം നമുക്ക് ഓണം എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആഘോഷമാണ്. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ പോലും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഡ്രസ്സ് ഉൾപ്പെടെ. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങളിപ്പം യു കെയിൽ വരാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാവരും ഈ കുറേ ഗ്രോസറി സാധനങ്ങൾ കെട്ടിക്കൊണ്ട് വരാറുണ്ട്. ചിലപ്പോൾ ഈ 40 കിലോ ഉണ്ടെങ്കിൽ കൂടുതൽ അത് കൊണ്ടുവരാറുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോൾ ഈ നമുക്ക് ബേക്കറി ഐറ്റംസ് ആണെങ്കിലും നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറിയൊക്കെ ആണെങ്കിലും ഇതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണ്ട ചന്ദനം, വിളക്ക് കത്തിക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. ഓണത്തിന് ഇപ്പം തിരുവാതിരയൊക്കെ ആണെങ്കിൽ വിളക്ക് കർപ്പൂരമുണ്ട്, അങ്ങനെ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഏതെങ്കിലും ഒട്ടുക. ലൊക്കേഷൻ്റെ കാര്യം ഇല്ല, ഇവിടെ ബ്രിസ്റ്റോളുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ഏതെന്ന് പറഞ്ഞ ഷോപ്പ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓണത്തിന് വേണ്ട സാധനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ധൈര്യമായിട്ട് പോകും. അപ്പോൾ പിന്നെ താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ പറഞ്ഞ ഓണം നിങ്ങൾക്ക് ഇവിടെ ബ്രിസ്റ്റോളുള്ള ആൾക്കാർക്ക് ഓണം ത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും നിങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുക. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മടി കൂടെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം തന്നെ കടയിൽ വന്നപ്പോഴത്തേക്ക് നമ്മളെ ഈ ഇവിടുത്തെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ പല ഇവിടെ വന്ന കസ്റ്റമർ കണ്ടിട്ടുണ്ട്. പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുമായിരുന്നു. അതിപ്പോൾ നമുക്കറിയാം തിരക്ക്, ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ, വീഡിയോ കണ്ടിട്ട് പോകത്തേ ഉള്ളൂ. പക്ഷെ അത് അപ്പോൾ ആ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ചാനൽ ഒരുപാട് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമുക്ക് കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.